بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സഹോദരികളെ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് മൂന്ന് മാസക്കാലമായിട്ട് കേരളത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഒരുമിച്ച് കൂട്ടി അവരവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദു ശുബാനിൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന ആരാധ്യനേകൻ അനശ്വര ശാന്തി എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി MSM ഇതുവരെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സമ്മേളനവും വിദ്യാർത്ഥിനി സമ്മേളനവും ബാല സമ്മേളനവും അറബിക് വിദ്യാർത്ഥി സമ്മേളനവും നടത്തിക്കഴിഞ്ഞു. തികച്ചും വ്യത്യസ്തമായ ഒരു സംഗമത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ രംഗത്തുള്ള കൊമേഴ്സ് രംഗത്തുള്ള വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഇതാദ്യമായിരിക്കും. MSMനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സംഗമത്തെക്കുറിച്ച്, കൊമേഴ്സ് എക്കണോമിക്സ് വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനുള്ള കാരണങ്ങൾ ഏറെയുണ്ട്. പരിശുദ്ധ ഖുർആൻ പണത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് മനുഷ്യന്റെ നിലനിൽപ്പാണ് അതിൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
ആ തരത്തിൽ എൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പിനെ ഏറെ സ്വാധീനിക്കുന്ന സമ്പത്ത്, അത് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വാണിജ്യരംഗം ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് സമ്പത്തിനോടും വാണിജ്യത്തോടുമുള്ള നമ്മളുടെ സമീപനങ്ങൾ, ഇവയെക്കുറിച്ച് ചർച്ച നടത്തുവാനുള്ള ഒരു വേദി ഒരുക്കുക എന്നതാണ് MSM ഈ ഒരു സംഗമം നടത്തുന്നതിന് ഏറെ വലിയ ഒരു പ്രചോദനമായി കാണുന്നത്. നിങ്ങൾക്കറിയാം, വിശിഷ്യ നമ്മളുടെ കേരളക്കരയിലെ ജനങ്ങളുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഉപഭോഗ സംസ്കാരം സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ വല്ലാതെ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് വലിയ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് അച്ചടക്കമില്ലാത്ത അവസ്ഥ കടന്നു വന്നപ്പോ, പ്രത്യേകിച്ച് വൈവാഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ധൂർത്തും പലിശയും ഒക്കെ കടന്നു വന്നപ്പം ആത്മഹത്യകൾ പെരുകുന്ന അവസ്ഥ വരെ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായി എന്നത് ഒരു വലിയ വസ്തുതയാണ്. ഇവിടെയാണ് MSMനെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തുള്ള വിദ്യാർത്ഥികളോടും യുവാക്കളോടും ചിലത് പറയുവാനുള്ളത്. വളരെ കൃത്യമായിട്ട് മിനിമം സമയം കൊണ്ട് മാക്സിമം സമ്പാദിക്കുക എന്ന ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ ഈ രംഗത്ത് ഉള്ള മൂല്യങ്ങളെ പൂർണ്ണമായും മറന്നുപോയപ്പോ, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മളിവിടെ കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പറയുവാൻ കൂടെയാണ് MSMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സംഗമം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം ദീർഘിപ്പിക്കുകയല്ല. ഈ ഒരു സമ്മേളനം സൂചിപ്പിക്കപ്പെട്ടതുപോലെ വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഓരോ സെഷനുകളിലായിട്ട്. ഈ രംഗത്ത് ഇസ്ലാമിക സാമ്പത്തിക രംഗത്ത് സ്പെഷ്യലൈസേഷൻ നടത്തിയിട്ടുള്ള ഇന്ന് നമുക്ക് കിട്ടാവുന്ന ഏറെ പ്രഗത്ഭനായ അതിഥി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുകയാണ്. ബാംഗ്ലൂരിലെ ടാസിസിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ ഷാരിഖ് നിസാർ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ആദരപൂർവ്വം ഹാർദമായി ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Here we are honored by the presence of Dr. Shariq Nisar, Director of TASIS. I heartily welcome you, sir, on behalf of MSM to this Commerce and Economics Students Meet.
ഈ സംഗമത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി NM അബ്ദുൽ ജലീൽ മാസ്റ്റർ, ഈ പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ ബഹുമാന്യനായ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബ് തുടങ്ങിയ ISMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വീരാപ്പു അൻസാരി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സെഷനിൽ നമ്മോടൊപ്പമുണ്ട്. അവരെയും ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ KJUവിന്റെ ട്രഷറർ ഈസ മദിനി അവർകളാണ്. അദ്ദേഹത്തെയും സന്തോഷത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറി മമ്മു സാഹിബ് കോട്ടക്കൽ ഈ സെഷനിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ പ്രസീഡിയം അലങ്കരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ അലി മദനി, MSMന്റെ സംസ്ഥാന പ്രസിഡന്റ് ആസിഫ് അലി കണ്ണൂർ, മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ആദ്യാവസാനം നമ്മളോട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, KP ഖാലിദ്, ഡോക്ടർ ഹുസൈൻ മടവൂർ, മുഴുവൻ ആളുകളെയും ഈ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പരിപാടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സെഷൻ എന്നുള്ള നിലക്ക് യുവ സംരംഭകരുടെ ഒരു സംഗമം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. സംഗമത്തിൽ പങ്കെടുക്കേണ്ട ആളുകൾ പലരും ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും പ്രത്യേകം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാത്തിലുമുപരി ഇവിടെ പ്രബന്ധങ്ങൾ ശ്രവിക്കുവാനും ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുവാനും വേണ്ടി വിദൂരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ, ഹാർദമായി അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഈസ മദിനി അവർകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, the guest of this morning, Dr. Shariq Nizar from Bangalore, the eminent personality, especially in the field of Islamic economics. And ladies and gentlemen, MSM സംഘടിപ്പിക്കുന്ന ഈ കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് മീറ്റ് ഇവിടെ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം ഇതിനെക്കുറിച്ചൊന്നും
കാര്യമായി എന്തെങ്കിലും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന എൻ്റെ കഴിവുകേട് ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അധ്യക്ഷ ഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് യങ് മൈൻഡ്, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മനസ്സ് നിറയെ ആവേശവും ഊർജവുമായി നിൽക്കുന്ന ഈ മക്കളോട് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിൻ്റെ അടിത്തറ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. തൗഹീദ്, യൗമുൽ ആഖിർ, റിസാലത്ത് ഇവകളാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിക്കപ്പെട്ട സൂക്തം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിക്കുക, പഠിക്കുക. എന്തുകൊണ്ട് ഇതാദ്യം ഇറങ്ങി? ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും താഴേക്കടയിൽ കിടന്നിരുന്ന ഒരു സമൂഹത്തെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്നൊരു സമൂഹമാക്കി പരിവർത്തിപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ആദ്യമായി ഇറക്കിയത് ഇഖ്റ, പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. കഴിഞ്ഞ കാലങ്ങളിലെ ചില ഗ്രന്ഥങ്ങൾ മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ പഠന മനനങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക്, ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന സൂചനയായിരിക്കാം ഒരുപക്ഷെ അതിലുള്ളത്. രണ്ടാമതായി അവതരിപ്പിക്കപ്പെട്ടത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുദ്ദസ്സിറിലെ വചനങ്ങളാണ്. ആലസ്യത്തിന്റെ പുതപ്പുകൾ മൂടി പുതച്ചു കിടക്കുന്നവനെ എഴുന്നേൽക്കുക, കർമ്മനിരതനാവുക. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ കൽപ്പിച്ചത് കർമ്മനിരതമായി നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനാണ്. അലസനായി പുതച്ചു മൂടിക്കിടന്നാൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കർമ്മ നൈരന്തര്യം, നിരന്തരമായ കർമ്മം, അതാണ് ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നത്രേ ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോക ചരിത്രത്തിലെ മഹാന്മാരായ ഏതാളുകളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും പഠനവും കർമ്മനിരതമായ ജീവിതവുമായിരുന്നു അവരുടെ അടിത്തറ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാജ്യം ഭരിക്കുമ്പോഴും ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയാൽ 2 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി ചിലവഴിക്കുമായിരുന്നു. 2-3 മണിക്കൂർ മാത്രമായിരുന്നു അവർ ഉറങ്ങിയിരുന്നത്. ബാക്കിയുള്ള സമയം മുഴുവനും കർമ്മനിരതമായിരുന്നു. അങ്ങനെയാണ് ലോകം കണ്ട ഉരുക്കു വനിതയായി ഇന്ദിരാഗാന്ധി ഉയർന്നത്. നിങ്ങൾ ആരുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. പ്രവാചകന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിരന്തരമായ വിശ്രമമില്ലാത്ത കഠിനാധ്വാനമായിരുന്നു പ്രവാചകന്റെ വിജയത്തിലെ അടിസ്ഥാനം. നിങ്ങൾക്കറിയാമല്ലോ, 53-ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ ഹിജ്റ പോയത്. ബദർ യുദ്ധം നടക്കുന്നത് 55-ാമത്തെ വയസ്സിലാണ്. നമ്മുടെ കാലാവസ്ഥയിൽ പറഞ്ഞാൽ പെൻഷൻ പ്രായം അല്ലേ, 55 വയസ്സ്. 55 വയസ്സിൽ ബദർ യുദ്ധം പ്രവാചകൻ നയിച്ചു. അതിനുശേഷം 8 കൊല്ലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് 15 യുദ്ധങ്ങൾ നയിക്കുകയും ഒരുപാട് യുദ്ധങ്ങൾക്ക് സൈന്യങ്ങളെ ഒരുക്കി അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു യുദ്ധം തബൂക്കിലായിരുന്നു. തബൂക്ക് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്ററാണ്. കടുത്ത ചൂടിൽ മരുഭൂമികൾ താണ്ടി 60കളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പടനയിക്കുകയായിരുന്നു. മദീനയിൽ പോയതിനു ശേഷം മക്കയിലേക്ക് 4 പ്രാവശ്യം പ്രവാചകൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പോലെയല്ല, മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് ചൂടും തണുപ്പും കാറ്റുപറ്റുകൊണ്ട് 4 പ്രാവശ്യം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഏകദേശം 500 കിലോമീറ്ററുകളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ.
55 ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കർമ്മങ്ങളാണ്, എവിടെയാണ് ഉറങ്ങാൻ സമയം? രാത്രിയിൽ മുഴുവനും നിന്ന് നമസ്കരിക്കുകയായിരുന്നു. രാത്രിയുടെ പകുതിയോ 2/3 1/3 പ്രവാചകൻ രാത്രിയിൽ നമസ്കരിക്കുകയായിരുന്നു പതിവ്. രാവും പകലുമില്ലാത്ത നിരന്തരമായ പ്രവർത്തനം. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മക്കളെ, ഉന്നതി, വിജയം ദുനിയാവിലും ആഖിറത്തിലും വെറുതെ വരുന്നതല്ല. ഒന്നാമതായി പഠിക്കുവാനുള്ള, മനസ്സിലാക്കുവാനുള്ള, ഗവേഷണം നടത്തുവാനുള്ള മാനസികമായ തയ്യാറെടുപ്പ്, ഒരുക്കം നിങ്ങളുണ്ടായിരിക്കണം. അതോടൊപ്പം നിരന്തരമായി കർമ്മം ചെയ്യുവാനുള്ള, പ്രവർത്തിക്കുവാനുള്ള, പുതച്ചുമൂടി കിടക്കുവാനല്ല, മറിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരമായാലും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തനിക്ക് കഴിയുന്ന എന്ത് പ്രവൃത്തിയായിരുന്നാലും ശരി, ആ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഇതിനെല്ലാം പുറമെ, ഇതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും എത്ര തന്നെ അറിവുണ്ടായാലും, എത്ര തന്നെ പഠിച്ചാലും, എത്ര തന്നെ പ്രവർത്തിച്ചാലും വിജയം ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സഹായം, വിജയം അത് അല്ലാഹുവിൽ നിന്നാണ്. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രാർത്ഥന, പടച്ച തമ്പുരാനോട് ആകാശഭൂമികളെ സൃഷ്ടിച്ച മുഴുവൻ തൗഫീഖുകളും മുഴുവൻ അനുഗ്രഹങ്ങളും നൽകുന്ന പടച്ച തമ്പുരാൻ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. ഖുൽ മാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ പ്രാർത്ഥനകളില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ്, കർമ്മനിരതമായ ഒരു ജീവിതം, പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും തയ്യാറുള്ളൊരു മനസ്സ്, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് വിജയം വരിക്കുവാൻ സാധിക്കും. ഈ സമ്മേളനം, നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാ തൗഫീഖുകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ സമ്മേളനത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ അധ്യക്ഷൻ ഈസ മൗലവി, ചീഫ് ഗസ്റ്റ്, മറ്റു MSM ഭാരവാഹികളെ, വിദ്യാർത്ഥിനികളെ, MSM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിൽ ഇതുപോലെയുള്ള ഒത്തുകൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു പദ്ധതിക്ക്, ഈ ഒരു പരിപാടിക്ക് MSMനെ പ്രേരിപ്പിച്ചത് ഏതെല്ലാം മേഖലകളിലാണ്